ഫയർ ബോൾട്ടിൻ്റെ അടിപൊളി ഒരു സ്മാർട്ട് വാച്ചാണ് കേട്ടോ. ഇത് നമുക്ക് റിപ്പയർ ചെയ്യാൻ വന്നെടുക്കുന്നത് കോട്ടയത്ത് നിന്നാണ്. അപ്പോൾ അത് ഒരുപാട് പ്രതീക്ഷയിലാണ് ആൾ വന്നെടുക്കുന്നത്. വാച്ച് മേടിച്ചിട്ട് അധികം പഴക്കമൊന്നും ആയിട്ടില്ല, കുറച്ച് നാളായിട്ടുള്ളൂ. പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി പോയി എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അത് അഴിച്ചിട്ട് നോക്കാം, എന്താണ് പ്രശ്നം നോക്കാം. അപ്പോൾ ആൾക്ക് റെഡിയാക്കി കോട്ടയത്തു നിന്നൊക്കെ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടൊക്കെ വന്നെടുക്കുന്ന ആൾ ചോദിച്ചറിഞ്ഞ് വന്നതാണ്. നമുക്കതെങ്ങനെ ഇത് റെഡിയാക്കി കൊടുക്കണം. ഓക്കെ, അപ്പോൾ അത് അഴിച്ച് നോക്കുകയാണ്, എന്താ കംപ്ലൈൻറ്റ് എന്നൊക്കെ നോക്കി നോക്കാം. കോട്ടയം മാത്രമല്ല കേട്ടോ, ദുനിയാവിൻ്റെ ഏതറ്റത്തു നിന്നും നമ്മൾ റിപ്പയറിങ് സ്വീകരിക്കുന്നതാണ്. ആർക്ക് വേണമെങ്കിലും കൊറിയർ അയക്കുക. നമ്മൾ മാക്സിമം നോക്കും. നമ്മൾ എന്തെങ്കിലും ഒരു ഓപ്ഷൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് റെഡിയാക്കി എടുക്കുക തന്നെ ചെയ്യും. അപ്പോൾ അതൊക്കെ അഴിച്ചെടുത്ത് എന്താണ് ഫാൾട്ട് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. നല്ല അടിപൊളി ക്വാളിറ്റി സാധനമാണ്. അത്യാവശ്യം റേറ്റൊക്കെ വരുന്നതാണ് തോന്നുന്നുണ്ട്. പക്ഷേ എനിക്ക് ഡൗട്ട് വെള്ളം കയറിയിട്ടുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. അപ്പോൾ നമ്മൾ അഴിച്ച് നോക്കാം. അതിൻ്റെ ബോർഡ് ചെറിയ PCB ആണ്. അത് അഴിച്ചെടുത്ത് നമുക്ക് വാട്ടർ ഡാമേജ് ആണോ, വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ മക്കളെ, വെള്ളം കയറി ഡാമേജ് ആയതാണ്. വാട്ടർ പ്രൂഫ് എന്നൊക്കെ പറഞ്ഞ് നല്ല സെറ്റപ്പായിട്ടാണ് സാധനം. നല്ല സെറ്റപ്പ് തന്നെയാണ്. ബോർഡ് മദർ ബോർഡൊക്കെ നല്ല ക്വാളിറ്റി സാധനമാണ്. അത്യാവശ്യം റേറ്റൊക്കെ വരുന്ന സ്മാർട്ട് വാച്ചാണ്. അതാണ് പുള്ളി കോട്ടയത്തു നിന്നൊക്കെ ഇതുവരെ എത്തിയത്. കൊറിയർ വിട്ടാലും മതി, അകലം വഴിയുള്ള ആളുകൾക്ക് കൊറിയർ വിടാം. അത് കണ്ട വെള്ളം കയറി ഡാമേജ് വന്നിട്ടുണ്ട്. ആ ഭാഗം കംപ്ലീറ്റ്ലി ഡാമേജ്ഡ് ആണ്. നമുക്കത് റിക്കവർ ചെയ്ത് അടിപൊളിയാക്കി സെറ്റപ്പാക്കി എടുക്കാം. മോനത് റെഡി ആവുകടാ. ഇതെന്താ പറഞ്ഞ ആളെന്താ പറഞ്ഞു? ഗിഫ്റ്റ് കിട്ടിയ സാധനം എങ്ങനെയും അത്യാവശ്യമായിട്ട് നിർബന്ധമായിട്ട് റെഡി ആക്കണമെന്നാണ് പുള്ളി പറഞ്ഞു. ഗിഫ്റ്റാ? അത് അത്രയ്ക്ക് നിർബന്ധമാണ്. അത്ര പ്രിയപ്പെട്ട സാധനമാണ്. എന്നായിക്കോട്ടെ, പ്രിയപ്പെട്ടതാണെങ്കിലും അല്ലെങ്കിൽ നമുക്കത് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമുക്ക് നോക്കാം, ശ്രമിച്ചു നോക്കാം. ഓക്കെ, അവിടെ പ്രിൻ്റൊക്കെ ഇട്ട് കൊടുക്കാനുള്ള പരിപാടി കേട്ടാ. ഞാൻ ക്ലിയർ ചെയ്ത് നമുക്കത് സെറ്റ് ചെയ്ത് കണക്ഷൻ എല്ലാം ഇട്ട് അത് ഞാൻ സെറ്റപ്പാക്കി എടുക്കണം. എല്ലാം വരുന്നിടത്ത് വെച്ച് നമ്മളെ എന്താ പറയുക, നമ്മൾ ഒന്നും വിചാരിക്കണ പോലല്ലോ കാര്യങ്ങൾ. എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. റെഡി ആവുകയാണെങ്കിൽ ആവും, അല്ലെങ്കിൽ ആവില്ല. അപ്പം നമുക്ക് ശ്രമിക്കാനല്ലേ പറ്റൂ. ശ്രമിച്ചുകൊണ്ടേയിരിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ എല്ലാ മൊബൈൽ ഫോണും സ്മാർട്ട് വാച്ച് ടാബ് എല്ലാ സംഭവങ്ങളും ഇവിടെ റിപ്പയറിങ് അവൈലബിൾ ആണ്. ഓക്കെ, വാട്ടർ ഡാമേജ്, ഡെഡ്, ഡിസ്പ്ലേ മാറ്റൽ, എവറിത്തിങ് അവൈലബിൾ. ഓക്കെ, അപ്പോൾ ഭാഗത്ത് നമ്മൾ നല്ല അടിപൊളി PPD ഒക്കെ ഇട്ട് അങ്ങോട്ട് ക്ലീൻ ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ബാക്കി നമുക്ക് അത് കണക്ഷൻ ഇട്ടിട്ട് നോക്കാം. മദർ ബോർഡിൽ സ്മാർട്ട് വാച്ചിയുടെ PCB ഇട്ടത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ PPD ഒക്കെ ഇട്ട് കണക്ഷനും കാര്യങ്ങളൊക്കെ ഇട്ട് നമുക്ക് വോൾട്ടേജും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മോനടാ, ഈ ഭക്ഷണം കഴിക്കാൻ പോണില്ല, ഫുഡ് കഴിക്കാൻ? വിശപ്പ് എന്താ ആവാത്ത? നമുക്ക് വിശപ്പില്ലല്ലോ. ഓക്കെ, നമ്മളവിടെ കണക്ഷനൊക്കെ ഇട്ട് കൊടുത്ത് ക്ലീൻ ചെയ്ത് നമുക്കത് റെഡി ആണോ എന്നൊന്ന് നോക്കാം. റെഡി ആവുമെന്ന പ്രതീക്ഷയിലാണ് ഞാനും. ചക്കരടാ, അത് റെഡി ആവുമോ? ശരിയാവാൻ ചാൻസ് ഇല്ല അല്ലേ? കണക്ട് ചെയ്ത് നോക്കാട്ടാ. കണക്ട് ചെയ്ത് നമുക്ക് ബാറ്ററി എടുത്ത് റെഡി ആവട്ടോ. പൊന്നെ കണക്ഷൻ എടുക്കണില്ല, റെഡി ആവുന്നില്ല കേട്ടാ. റെഡി ആവുന്നില്ലടാ മക്കളെ, റെഡി ആവുന്നില്ല. എന്ത് ചെയ്യും ഇനി? നമ്മളിനി എന്ത് ചെയ്യും മല്ലയ്യ? വല്ല വഴി ഉണ്ടെങ്കിൽ പറയണോ? അടുത്ത വഴി ഒന്ന് പറഞ്ഞു തരുമോ? അതേ പോവാനാ. അവിടുത്തെ കണക്ഷൻ ഇതൊക്കെ നോക്കിയടാ. അതെല്ലാം ഓക്കേടാ. പിന്നെന്താ റെഡി ആവാത്ത? എൻ്റെ മോനെ ഇതൊക്കെ ഡാമേജ് ഒന്ന് നോക്കട്ടെ കേട്ടാ. ആ കാര്യമായിട്ട് മക്കളെ, ഇതിപ്പോൾ കുറച്ച് സീനാണ്, റെഡി ആവണില്ല. ശ്രമം പാഴായോ? മോനെ അമ്പാനെ, ഇനി എന്ത് ചെയ്യടാ? നമുക്ക് ഇനി ഏത് വഴിയുണ്ട്? നമ്മളിനി ഏത് വഴിയിലൂടെ പുള്ളി കോട്ടയത്തു നിന്ന് വന്നതാണ് ഈ കട തേടി. അപ്പോൾ എങ്ങനെ ഇത് റെഡിയാക്കി കൊടുത്തേ പറ്റും.
അപ്പോൾ നമ്മുടെ ഈ വർക്ക് പരാജയമാണ്, അതായത് റെഡി ആയിട്ടില്ല. പക്ഷേ നമ്മളങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. നമ്മൾ നമ്മൾ ഏതൊക്കെ വഴി എത്ര അറ്റം വരെ പോകാൻ പറ്റുവെച്ചാൽ പോവാം. അപ്പോൾ അടുത്ത ദിവസത്തേക്ക് വർക്ക് മാറ്റി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ അതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് നമുക്കത് ഇനി നമുക്ക് വരുന്നിടത്ത് വെച്ചിട്ട് അടിച്ച് പൊളിച്ച് തകർത്ത് കണ്ട കംപ്ലൈൻറ്റ് സാധനങ്ങൾ കംപ്ലീറ്റ് മാറ്റി. നമ്മളങ്ങനെ പരാജയപ്പെടാൻ നമുക്ക് താല്പര്യമില്ല. നമ്മൾ സ്വയം തോൽക്കില്ല. നമ്മൾ മാക്സിമം അറ്റം വരെ ശ്രമിക്കും. ബാക്കി നമ്മുടെ ശ്രമം ഇപ്പോൾ അടുത്ത ദിവസമായി. നമുക്കത് എങ്ങനെയെങ്കിലും പുള്ളി അത്രയും വഴി അകലെന്ന് നമ്മളെ ട്രസ്റ്റ് ചെയ്ത് വന്നതാണ്. അപ്പോൾ അത് റെഡിയാക്കി കൊടുത്തേ മതിയാവും. നമ്മളത് മാക്സിമം അത് ട്രൈ ചെയ്ത് കൊടുക്കും എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് മുമ്പോട്ട്. ഓക്കെ, നീ പരാജയപ്പെടും. പരാജയത്തിൽ നിന്നാണ് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നത്. സത്യമല്ലേ? ഇപ്പോൾ നമ്മളെ പരാജയപ്പെട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ച് നമ്മൾ ആ കമ്പോണൻസ് ഒക്കെ മാറ്റി. അപ്പോൾ അതെല്ലാം റീപ്ലേസ് ചെയ്തു. പരാജയത്തിൽ നിന്നല്ലേ നമ്മൾ ഓരോ കാര്യം പഠിക്കണേ, അല്ലേ? അപ്പോൾ ഫൈനലി നമ്മളത് തകർക്കാൻ പോവുകയാണ്. ഫൈനലി നമ്മൾ ഇവിടെ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ ചെയ്യും. അതിന് യാതൊരുവിധ അപ്പീലും ഇല്ല, ഒരു സംശയം ആർക്കും വേണ്ട. ഓക്കെ, പിന്നെന്തോ ഇപ്പം നമ്മുടെ വർക്ക് ഏകദേശം നമ്മൾ ക്ലീനിങ് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും നമ്മളെ പ്രതീക്ഷ കൈവിടാതെയുള്ള പെർഫോമൻസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കോട്ടയത്ത് നിന്ന് വന്ന് ഇത്രയും വഴി അകലിൽ നിന്ന് ഇങ്ങോട്ട് വന്ന പുള്ളിനെ നിരാശയോടെ വിടാൻ നമുക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ട്രൈ നടത്തി മുമ്പോട്ട് വെച്ച കാല് മുമ്പോട്ട്. ഓക്കെ, അപ്പോൾ എനിവേ ഹലോ, സ്മാർട്ട് വാച്ച് ഒക്കെ റിപ്പയറിങ്, ആപ്പിൾ, ഐഫോൺ അങ്ങനെ വേർതിരിവൊന്നുമില്ല. നമുക്ക് എല്ലാം നമുക്ക് വഴങ്ങും. നമുക്ക് കോണ്ടാക്ട് ചെയ്യുക. കൊറിയർ അയച്ചു തരുന്നവർക്ക് അയച്ചു തരാം. ഓക്കെ, അപ്പോൾ മൊബൈൽ റിപ്പയറിങ്ങിനൊക്കെ കോണ്ടാക്ട് ചെയ്യുക താല്പര്യമുള്ളവർ. അപ്പോൾ പൊന്നെ അത് ഫിറ്റ് ചെയ്ത് നോക്കാൻ പോകട്ടാ. ബാക്കി നമുക്ക് ഇത് റെഡിയായടാ. റെഡി ആവേണ്ടതാണ്. നമുക്ക് പരാജയങ്ങളിലൂടെ നമ്മളിത് റെഡിയാക്കി എടുക്കാനുള്ളതാണ്ട. അപ്പോൾ സെറ്റായത് കണ്ട നീ. അപ്പോൾ നമ്മൾ ആ സാധനം അങ്ങോട്ട് സക്സസ് ആക്കി പുള്ളിനെ ഹാപ്പി ആക്കി വിടാനുള്ള തീരുമാനത്തിലാണ്. അപ്പോൾ സാധനമൊക്കെ സെറ്റ് ചെയ്ത് കണ്ട. ഓക്കെ, അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്ത് സെറ്റപ്പാക്കി. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടാ.